വിശ്വാസി സംഗമം ഇവിടെ നടത്തുന്നത് വിവിധ ഹൈന്ദവ സംഘടനകളും അയ്യപ്പ പ്രസ്ഥാനങ്ങളും എല്ലാവരും കൂടി സംയുക്തമായിട്ടാണ്. അതിൻ്റെ ഭാരവാഹികൾ ഇവിടെ വരും, അത് സംഘടിപ്പിക്കും, അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് നടക്കും. ഞാൻ വന്നത് ഒന്ന്, ഈ പന്തളമാണ് ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ആദ്യം ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പുണ്യസ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ആദ്യമായി ഇവിടെ വന്ന് ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പന്തളം കൊട്ടാരത്തിലുള്ളവരെല്ലാം കണ്ട് ആശീർവാദം വാങ്ങി ഇനി ഈ ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഈ കേരളത്തിൽ ജനമനസാക്ഷി ഉണർത്താൻ, ബഹുജനാഭിപ്രായം സ്വരൂപിക്കാൻ പ്രവർത്തിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് എത്തിയത്. അയ്യപ്പ സംഗമം അടുത്ത 20-ാം തീയതി നടത്താൻ തീരുമാനിച്ചത് ആരാണ് അതിൻ്റെ നേതൃത്വം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കോടതി തന്നെ ചോദിക്കുന്നു, ആരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ? ദേവസ്വം ബോർഡ് പറയുന്നു ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന എല്ലാ കത്തിടപാടുകളും തീരുമാനങ്ങളും എല്ലാം സർക്കാർ തലത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കമ്മിറ്റി തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഈ കമ്മിറ്റിയിൽ മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രിയാണ്. പിന്നെ അങ്ങോട്ടേക്ക് താഴോട്ട് രക്ഷാധികാരികൾ സ്പീക്കർ എൻ ഷംസീർ, വി.എൻ. വാസവൻ തുടങ്ങിയിട്ടുള്ളവരാണ്. ഉപരക്ഷാധികാരികൾ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും. അപ്പോൾ ഇത് നടത്തുന്നതാരാണപ്പം? ഇതിൻ്റെ സംഘാടക സമിതി എന്ന് പറയുന്നത്, അതിൻ്റെ ചെയർമാൻ, അതിൻ്റെ മറ്റ് ഓരോ സബ് കമ്മിറ്റികളുടെ ചുമതല, ഇതെല്ലാം സർക്കാരുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഇതിനെന്താ വ്യത്യാസം? ഇത് സർക്കാരിൻ്റെ അല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? ദേവസ്വം ബോർഡിൻ്റെ പങ്ക് ഇതിൻ്റെ അകത്ത് എന്താണ്? ഇതിൻ്റെ സംഘാടക സമിതിയിൽ അവരുണ്ടോ? ഇല്ലല്ലോ. ഇന്നലെ കോടതി ചോദിച്ച ഒരു ചോദ്യം വളരെ റിലവൻ്റാണ്. കോടതി ചോദിക്കുന്നു, ഇതിൻ്റെ അകത്ത് സർക്കാരിൻ്റെ റോൾ എന്താണ്? നിങ്ങൾ വ്യക്തമാക്കൂ എന്നാണ്. ശരിയാണ്, സർക്കാരിൻ്റെ റോൾ എന്താണ്? വാസ്തവത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്താൻ ഒരു മതേതര സർക്കാരിന് എന്ത് അധികാരവും അവകാശവുമാണുള്ളത്? ശരിയാണോ? മതേതര സർക്കാർ, ഒരു മുഖ്യമന്ത്രി, അവരെല്ലാവരും വന്ന് മന്ത്രിമാരും എല്ലാവരും കൂടി നടത്തേണ്ടതാണോ അയ്യപ്പന്മാരുടെ വിശ്വാസികളുടെ സംഗമം? അപ്പോൾ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. ശബരിമല എന്ന് പറയുന്നത് അത് ഭരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര പരമാധികാര ധർമ്മസ്ഥാപനമാണ്. അതൊരു ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതിൽ സർക്കാർ ഇടപെടാൻ പാടില്ല. അത് സ്വതന്ത്രമാണ്. അങ്ങനെ ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് സർക്കാർ കയറി അതിൽ കൈകടത്തി അതിൻ്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് മതസ്വാതന്ത്ര്യ ധ്വംസനമാണ്. അയ്യപ്പ ഭക്തന്മാരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്മേലും മതസ്വാതന്ത്ര്യത്തിന്മേലും അവർക്ക് ഉള്ള കയ്യേറ്റമാണ്. ഭരണഘടനാദത്തമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ മൗലികാവകാശത്തിൻ്റെ ധ്വംസനമാണ്. അതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മറ്റൊന്ന്, ഇന്നലെ ദേവസ്വം മന്ത്രി പറഞ്ഞു, കേസുകളൊക്കെ പിൻവലിക്കണമെന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അത് കേസ് സബ് ജുഡീസാണ്, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. സത്യവാങ്മൂലം പിൻവലിക്കുന്ന കാര്യത്തെ ചോദിച്ചപ്പോൾ അത് സബ് ജുഡീസാവും. അതെങ്ങനെയാണ്? ഒരു കോടതിയിൽ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മാറിയ പരിസ്ഥിതിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു സത്യവാങ്മൂലം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയോ ചെയ്യുന്നതിന് എന്താ പ്രശ്നം? എത്രയോ വിഷയങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ സബ് ജുഡീസാവും. അഭിപ്രായം പറയുന്നതിന് എന്താണ്? തങ്ങളുടെ നിലപാട് പറയുന്നതിൽ എന്താണ്? വാസ്തവത്തിൽ ആ സത്യവാങ്മൂലം പിൻവലിക്കുന്നതോടുകൂടി ഒരു വലിയ പ്രശ്നം തീരുകയാണ്. രണ്ടാമത്, കേസുകൾ പിൻവലിക്കുന്ന കാര്യം. ചില കേസുകളൊക്കെ പിൻവലിച്ചുകൊണ്ട് സെഷൻസ് കേസുകളെ നിലനിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാ കേസുകളും ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കേസുകളാണ്. എല്ലാ കേസുകളും നോൺ ബെയിലബിളാണ്. അങ്ങനെയുള്ള വകുപ്പുകളിട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ഒട്ടേറെ ആളുകൾ മർദ്ദനമേറ്റ് ശാരീരിക വൈകല്യം വന്ന് ഇന്നും കഷ്ടപ്പെടുകയാണ്. ഞാൻ ഇന്നിപ്പോൾ പന്തളത്ത് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം, പന്തളത്താണ് 2 പേർ വീര രക്തസാക്ഷികളായി ഈ പ്രക്ഷോഭത്തിൽ. ഞാൻ അവരുടെ വീടുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ പന്തളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് അവരെ വിസ്മരിക്കാനാവില്ല. കാരണം അവർ സ്വന്തം ജീവൻ ഈ ഒരു വലിയൊരു മുന്നേറ്റത്തിൽ നഷ്ടപ്പെട്ടവരാണ്.
അങ്ങനെ എത്രയോ ആളുകൾ എവിടെയെല്ലാം. അപ്പോൾ ഈ കേസുകളൊന്നും പിൻവലിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെന്താണ് വഴി? ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രക്ഷോഭ പരിപാടികൾ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇന്നും പീഡനം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുന്ന അവരോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ പന്തളം കൊട്ടാരവുമായിട്ട് സംസാരിച്ചു. ഇനി വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇപ്പം മലയർ, അരയർ, അവർ ഹാളകെട്ടി തുടങ്ങിയുള്ള ക്ഷേത്രങ്ങളൊക്കെ അവരുടേതാണ്. കാനനപാത, തിരുവാഭരണം പോകുന്ന സന്ദർഭത്തിൽ പൂങ്കാവനത്തിൽ പ്രവേശിക്കുമ്പോൾ സ്വാഗതം ചെയ്യുന്നത് അവിടുത്തെ തലപ്പാറക്കോട്ട മൂപ്പനാണ്. അപ്പം ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇങ്ങനെ അമ്പലപ്പുഴ പേട്ട സംഘം, അതുപോലെ ആലങ്ങാട് പേട്ട സംഘം, ഇങ്ങനെ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അപ്പോൾ ഈ ആചാര ധ്വംസനം നടക്കുകയും ആ ധ്വംസനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പശ്ചാത്താപം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സർക്കാരിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം? ആ നിലപാട് സ്വീകരിക്കേണ്ട നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സത്യത്തിൽ. അപ്പോൾ ഇന്ന് പന്തളം കൊട്ടാരവുമായിട്ട് സംസാരിച്ചു. പന്തളം കൊട്ടാരത്തിൻ്റെ എല്ലാ ആശീർവാദവും വാങ്ങി ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളുമായിട്ടും വ്യക്തികളുമായും ഗുരുസ്വാമിമാരുമായിട്ടൊക്കെ സംസാരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ ഗുരുസ്വാമിമാരാണ്. അല്ലാതെ വലിയ പണം തരുന്ന കോടീശ്വരന്മാരെ അല്ല ക്ഷണിക്കേണ്ടത്, ഗുരുസ്വാമിമാരാണ്. ശബരിമലയിൽ ഇന്നിപ്പോൾ എന്താ നടക്കുന്നത്? ശബരിമല എത്തിക്കൊണ്ടിരിക്കുന്നവരെ പാവങ്ങളെന്നും പണക്കാരെന്നുള്ള രണ്ട് രീതിയിൽ വേർതിരിക്കുകയല്ലേ ചെയ്യുന്നു. 10 ലക്ഷം രൂപ വരുന്നവർക്ക് പ്രത്യേകം, 20 ലക്ഷം രൂപ വരുന്നവർക്ക് ബ്രോൺസ് കാർഡ്, 30 ലക്ഷത്തിൽ കൂടുതൽ വരുന്നവർക്ക് സിൽവർ കാർഡ്, പിന്നെ ഗോൾഡൻ കാർഡ്. ഇങ്ങനെ അയ്യപ്പന്മാരെ പണം തരുന്നവർ എന്നുള്ള നിലയ്ക്ക് വേർതിരിച്ച് ആക്കുന്നത് ഈ പാവങ്ങൾ എവിടെ പോകും? അതാണ് ചോദ്യം. ഇതിന് വ്യക്തമായിട്ട് ഉത്തരം തരണം. ഇത് ശബരിമല സമദർശനത്തിന്റെ സന്നിധാനമാണ്. മറ്റു ക്ഷേത്രങ്ങൾ പോലെയല്ല, വ്രതപ്രധാനമാണ്. ശബരിമലയാണ് വ്രതമനുഷ്ഠിച്ചാണ് വരേണ്ടത്. അങ്ങനെ 41 ദിവസം വ്രതമനുഷ്ഠിച്ച് വരുന്ന പാവപ്പെട്ട ഈ അയ്യപ്പ ഭക്തന്മാർ എത്രയോ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് അവിടെ ദർശനം നടത്തുന്നത്. പക്ഷെ പണം കൊടുക്കുന്നവർക്കെല്ലാം സൗകര്യങ്ങളും കൊടുക്കുക, താമസിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക. ശബരിമലയിലെ അയ്യപ്പൻ ധർമ്മശാസ്താവാണ്. അവിടെ ഒരു പണവും ആരിൽ നിന്നും ഒന്നിനും ഈടാക്കാൻ പാടില്ല. പണം ഭക്ഷണത്തിനോ അല്ലെങ്കിൽ താമസത്തിനോ വിരിവെക്കുന്നതിനോ ഒന്നിനും വാങ്ങാൻ പാടില്ല. ഇന്ന് ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യുന്നത് അയ്യപ്പ ദ്രോഹമാണ്.